കണ്ണൂർ മാങ്ങാട്ടിടം വട്ടിപ്പുറത്ത് കരിങ്കൽ കോറി ഇടിഞ്ഞ് വെള്ളം കുത്തിയൊലിച്ച് വലിയ അപകടം. ഒരു വീട് പൂർണ്ണമായും 2 വീടുകൾ ഭാഗികമായും തകർന്നു. ക്വാറിയിൽ കെട്ടിക്കിടന്ന വെള്ളവും കല്ലും മണ്ണും കുത്തിയൊലിച്ചാണ് അപകടമുണ്ടായത്. മാങ്ങാട്ടിടം പഞ്ചായത്തിലെ വട്ടിപ്പുറത്ത് പുലർച്ചെ 5:30യോടെയായിരുന്നു അപകടം. വർഷങ്ങളായി ഖനനം നിലച്ച 100 അടി ആഴമുള്ള വെള്ളം നിറഞ്ഞ ക്വാറി 3 ഭാഗത്തു നിന്നും വൻ മണ്ണിടിച്ചിൽ. കല്ലും മണ്ണും വൻമരങ്ങളും പതിച്ച ആഘാതത്തിൽ ക്വാറിയിലെ വെള്ളം തിരമാല കണക്കെ ഉയർന്നു പൊങ്ങി താഴ്ഭാഗത്തേക്ക് കുത്തിയൊലിച്ചു. സമീപത്തെ മാവുള്ളകണ്ടി ബാബുവിന്റെ വീട് പൂർണ്ണമായും തകർന്നു. നീലാഞ്ചരത്തിൽ പി പ്രണീതിന്റെ വീടിന് വൻ കേടുപാട്. മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ഓട്ടോ ടാക്സിയും സ്കൂട്ടറും തകർന്നു. വ്യാപക കൃഷിനാശവും. കോറേൻ്റെ ഒരു സൈഡ് മൊത്തം എത്രയോ മീറ്റർ കണക്കിന് ഇടിഞ്ഞു താണതാണ്. മണ്ണും കല്ലും എല്ലാം മരങ്ങളും ഒരു കിണറുണ്ടായിരുന്നു, അതെല്ലാം കൂടി ഇടിഞ്ഞു താണതാണ്. അതിൻ്റെ ഫോഴ്സിൽ വെള്ളം ഒരു തെങ്ങിനാക്ക ടൈറ്റിൽ വരിക ചെയ്ത്. തെങ്ങിനാ ടൈറ്റിൽ വന്നിട്ട് എത്ര 300 മീറ്ററുകളോളം ദൂരത്താണ് വന്ന് താഴത്തെ വീട്ടിനെ വന്ന്. ഈ വീട് ഭാഗികമായി തേച്ചും പോയിന്. താഴത്തെ വീട് 2 റൂമിൻ്റെ കോൺക്രീറ്റ് കംപ്ലീറ്റ് പൊട്ടിയിട്ട് താഴെ ചോർച്ചയുണ്ട്. പൊട്ടി പോയതിന് വണ്ടി പോയിന്. അവൻ്റെ ഓട്ടോ ടാക്സിയാണ് അത് കംപ്ലീറ്റ്. ഓട്ടോ ടാക്സിൻ്റെ ഉള്ളിൽ കല്ലുണ്ട്, ഒരു സ്കൂട്ടി പോയിന്. വണ്ടീൻ്റെ ഉള്ളിൽ ഇപ്പം കല്ലുണ്ട്. അപകടത്തിൽ പരിക്കേറ്റ മാവുള്ളകണ്ടിയിൽ ലീലയെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന പ്രണീതും കുടുംബവും രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. കല്ലും ഇതെല്ലാം വന്നടിച്ചു. മൊത്തം പൊന്തി വെള്ളത്തിന്റെ പേര് വന്നതാണ്. താഴേക്ക് പോയി, മൊത്തം താഴേക്ക് പോയി. 5-8 വീടുകളുണ്ട്, പക്ഷേ പറ്റിയ അവർക്ക് 2 വീടുകൾക്കാ പറ്റിയില്ല. പിന്നെ ബാക്കി എല്ലാവർക്കും ഇങ്ങനെ ചളികളും കാര്യങ്ങളായിട്ട് പ്രശ്നങ്ങളുണ്ടായി. മേഖലയിൽ പ്രവർത്തിക്കാത്ത വെള്ളം നിറഞ്ഞു കിടക്കുന്ന നിരവധി ക്വാറികൾ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. ക്വാറിയിലേക്ക് 3 ഭാഗത്തു നിന്നും മണ്ണും പാറക്കെട്ടുകളും ഇടിഞ്ഞു വീണ് സുനാമി കണക്കെ വെള്ളം ഉയർന്നു പൊങ്ങിയാണ് താഴേക്ക് കുത്തിയൊലിച്ചത്. വൻ നാശനഷ്ടം. ആളപായമില്ലെന്ന ആശ്വാസം മാത്രം. മിഥുൻ ചാത്തോത്തിനൊപ്പം സജോ ദേവസ്യാം, 24 കണ്ണൂർ.